ഉമാ തോമസ് എം എൽ എ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം രാജിവെക്കണം, ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങൾ എന്താണെന്നുള്ളതല്ല, ഇൻ്റർനാഷണൽ കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് പത്രസമ്മേളനം നടത്താൻ പോകുന്നു, സീറ്റ് ഇടുകയും അത് മാറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് എന്താണെന്ന് തന്നെ അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് തീർച്ചയായിട്ടും രാജിവെക്കണം. ഇത് ജനങ്ങൾ ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം അത് മാറ്റി. പക്ഷേ ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എം എൽ എ സ്ഥാനം. എം എൽ എ സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്തത്തോടു കൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഗൗരവമേറിയ ആരോപണങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണങ്ങളാണ്. നമ്മൾക്ക് പരിചയപ്പെട്ട ദിവസം മുതൽ എനിക്കിപ്പം വരെ അറിയാവുന്നതിൽ ഇങ്ങനെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. എനിക്കറിയില്ല, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ആരെങ്കിലും എന്നോട് ഷെയർ ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് വളരെ മോശമായിപ്പോയി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങനെ ഒരു ആരോപണം അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ ഡിഫമേഷൻ കേസിന് കൊടുക്കായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മൗനം അത് ശരിയല്ല. അപ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് സംശയമില്ല, കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകളോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളിതുവരെ എൻ്റെ അനുഭവം ഒക്കെ പി.ടി. തോമസ് എനിക്ക് മാതൃകയായിട്ടുള്ള ആളാണ്. പി.ടി. തോമസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, അവരുടെ പുരോഗതിക്കായിട്ട് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവർക്കൊരു വീഴ്ച വന്നപ്പോൾ നിങ്ങൾക്കറിയാം, നടിയെ ആക്രമിച്ച കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ റിയാക്ട് ചെയ്ത ആളാണ്. ഞാനിത് ഇന്നലെ തന്നെ ഇത് നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വൈകിയത്. ഉറപ്പായിട്ടും രാജിവെച്ച് മാറി നിൽക്കുക തന്നെ വേണം. ഈ ഗുരുതരമായ ചില കാര്യങ്ങൾ വന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ തന്നെ KC പ്രവർത്തകരായ വനിതകൾക്ക് നേരെ പോലും ഇത്തരം പെരുമാറ്റം ഉണ്ടായെന്നും അവർ പ്രസ്ഥാനത്ത് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് അത് കുറച്ചുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നല്ലേ പാർട്ടിയിൽ ഉള്ള സഹപ്രവർത്തകർക്ക് നേരെയുള്ള? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കാര്യം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം അറിയാമെങ്കിൽ ഒരു ദിവസം മുമ്പ് നമ്മളത് ഒരു നിമിഷം മുമ്പ് അതിന് ആക്ഷൻ എടുക്കാനായിട്ട് പറഞ്ഞേനെ. തീർച്ചയായിട്ടും ഞാൻ ഈ ഇതിൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നതെന്നുള്ളതാണ്. എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരാളാണ് എന്ന് ആളുകൾ പറയുമ്പോൾ ഇത് ശരിയാണോ? ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ട്രാപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന്. പക്ഷെ ഒന്നിന് പുറകെ ഒന്നായിട്ട് മറ്റുള്ളവരെല്ലാം പറയുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസിനെങ്കിലും മൂവ് ചെയ്യാത്തത് കൊണ്ട് ഇത് സമ്മതമാണ് എന്നുള്ള രീതിയിലാണ്, ഇത് ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കേസിന് പോകണമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്യും, ഇല്ലേ? എന്നോട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ തീർച്ചയായിട്ടും രാജി ആവശ്യപ്പെടേണ്ടത് തന്നെയാണ്. അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കേണ്ടത് തന്നെയാണ്. പലരും പാർട്ടി ഫോറങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പല വെളിപ്പെടുത്തുന്നത് ആളുകളും പറയാം. പക്ഷെ അന്നൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേതൃത്വത്തിലൂടെ ഒരു വീഴ്ച കാണുന്നില്ല. അതെനിക്ക് പറയാൻ വയ്യ. ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പഴുതുകളിൽ ഏറ്റവും സ്ട്രോങ് ആയ പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. ഉമാ തോമസ് MLA യുടെ ഭാഗത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദവി ഒഴിയണം. ഒരു സഹ MLA തന്നെയാണ് അങ്ങനെ ഒരു ആവശ്യം സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉന്നയിക്കുന്നത്. MLA പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ഉമാ തോമസ് MLA ആവശ്യപ്പെടുകയാണ്. ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ആരോപണം തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഒരു അപകീർത്തി കേസ് പോലും കൊടുത്തില്ല എന്ന ചോദ്യം ഉൾപ്പെടെ അവർ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു നിമിഷം പോലും തുടരാൻ കഴിയില്ല രാഹുലിന് എന്നത് വ്യക്തമാക്കുന്നത്.